ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇറാൻ്റെ റെസ്പോൺസ് അമേരിക്ക തള്ളിക്കളയുകയും യുദ്ധം ഇങ്ങനെയാണെങ്കിൽ അവസാനിക്കില്ല എന്ന വ്യക്തമായ സൂചന ട്രംപ് നൽകുകയുമുണ്ടായി. ഇന്ന് ഈ മെയ് 11 ഇറാൻ പറയുന്നത്, ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, കടലിലെ ഉപരോധം മാറ്റണം, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാന് തന്നെ കിട്ടണം, യുദ്ധം നിരുപാധികം അവസാനിപ്പിക്കണം, ഇറാൻ്റേതായ നിയമപരമായ അവകാശങ്ങളെല്ലാം വകവെച്ചു കൊടുക്കണം, ഇതുവരെയുള്ള ഫ്രോസണായി കിടക്കുന്ന അസറ്റെല്ലാം റിലീസ് ചെയ്ത് കൊടുക്കണം, കോടിക്കണക്കിന് ഡോളറുണ്ട്, അതെല്ലാം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഉപാധികളിൽ ഒപ്പുവെക്കാം, സമാധാനപരമായി യുദ്ധം അവസാനിപ്പിക്കാം, റീജിയൻ്റെ മൊത്തം യുദ്ധവും അവസാനിപ്പിക്കുന്ന തരത്തിൽ വേണം കരാറുണ്ടാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടും, അതാണ് തങ്ങളുടെ നിർദ്ദേശമല്ലാതെ ഇറാന് മേലുള്ള ആക്രമണം നിർത്തുക കൊണ്ട് മാത്രം പരിഹാരമാവില്ല. ലെബനോനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും നിർത്തിവെക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റെസ്പോൺസ് കൊടുത്തതും അത് അമേരിക്ക തള്ളിക്കളഞ്ഞതും. ഇങ്ങനെ വരുമ്പോൾ തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത അങ്ങോട്ട് പുറത്തു വന്ന ഉടൻ തന്നെ അന്താരാഷ്ട്ര എണ്ണ മാർക്കറ്റിൽ എണ്ണ വില കുതിച്ചു വരുന്നു. വീണ്ടും കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മയപ്പെട്ട് നിന്നതായിരുന്നു. ഇനിയിപ്പോൾ നിയന്ത്രണമില്ലാത്ത വിധം എണ്ണ കിട്ടാനില്ല, ലോകം മുഴുവനും ബുദ്ധിമുട്ടുകയാണ്, ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് പോകുന്നു, രാസവളം കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം, അതിനുവേണ്ട കൃഷി സൗകര്യങ്ങൾക്ക് അപര്യാപ്തത ഉണ്ടാകുന്നു. ഇങ്ങനെ ലോകം അക്ഷരാർത്ഥത്തിലൊരു ആശങ്കയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എവിടെ നിന്നും മുറവിളി പോലെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എണ്ണവില 103 കഴിഞ്ഞാണ്, ഒരു ബാരലിന് $103 കഴിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി മെയ് 14-ഉം 15-ഉം ഇന്ത്യ സന്ദർശിക്കുന്നു എന്ന റിപ്പോർട്ട് വരികയാണ്. ഒരു എക്സ്പാൻഡഡ് ബ്രിക്സ് സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് അബ്ബാസ് അറക്ചി ഇന്ത്യയിലെത്തുന്നത്. വിവിധ രാജ്യങ്ങളുടെ നേതാക്കളുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഇന്ത്യയിൽ വെച്ച്, ഡൽഹിയിൽ വെച്ച് ഉണ്ടാകുന്നു എന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ സമയത്ത് ഇവിടെ പറയാമോ എന്നറിയില്ല, ഒരുതരം വൈരുദ്ധ്യാത്മക തമാശയായിട്ട് തോന്നിയാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നത് അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധമാണല്ലോ, അല്ലെങ്കിൽ ഇസ്രയേൽ ലെബനോൻ യുദ്ധമാണല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം വിക്ടറി ഡേ പരേഡിനിടയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പ്രഖ്യാപനത്തിൻ്റെ സൂചന കൊടുത്തിരിക്കുകയാണ്. ഉക്രൈനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം വർഷങ്ങൾ പിന്നിട്ടത്, അത് നിർത്താൻ വേണ്ടി ആലോചിക്കുന്നു എന്ന്. ഇങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ കാണണം, ഇനിയും കാണേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിർമ്മാണ കമ്പനികളിലൊന്നായ സൗദി അറേബ്യയുടെ അരാംകോ, അതിൻ്റെ CEO പറയുന്നത് 2027 വരെ എണ്ണയുമായി ബന്ധപ്പെട്ട വിതരണവും അതിൻ്റെ വില നിലവാരത്തിൻ്റെ കാര്യങ്ങളൊന്നും നോർമലാവില്ല എന്നാണ്. ഇനിയുള്ള 5-6 മാസം ഈ അസ്ഥിരത തുടരുമെന്ന സൂചനയാണ് അരാംകോ നൽകുന്നത്. വേണമെങ്കിൽ തങ്ങൾക്ക് 2-3 ആഴ്ചക്കിടയിൽ ഒരു ദിവസം 12 മില്യൺ ബാരൽ എന്ന കണക്കിന് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു പോയ പല സംവിധാനങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എങ്കിലും എണ്ണവില, അതുമായി ബന്ധപ്പെട്ട വിതരണം, ഇതൊക്കെ ഹോർമൂസ് തകരാറിലായി കിടക്കുന്നത് കൊണ്ട് ഇനി ശരിയായാൽ തന്നെ മാസങ്ങളെടുത്താൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ എന്ന വിധത്തിലായി ലോകം മാറിയിരിക്കുന്നു എന്നാണ് അരാംകോ കാണുന്നത്. ഗൾഫ് മേഖലയിൽ കൂട്ടത്തിൽ ശുഭപ്രതീക്ഷയായി വരുന്നൊരു കാര്യം, ഈ GCC തല റെയിൽവേ നെറ്റ്വർക്ക്, അതിൻ്റെ പണികളെല്ലാം 50% പൂർത്തിയായി എന്ന അറിയിപ്പ് വരികയാണ്. UAE-യിലാണെങ്കിൽ എത്തിഹാദ് റെയിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ട സർവ്വ സന്നാഹങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ജനങ്ങളും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എന്നാണ് അത് ആരംഭിക്കുക. ഉടൻ തന്നെ ആരംഭിക്കുമെന്ന അറിയിപ്പാണ് പുതുതായി വന്നത്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.